ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു എ ന്യൂ വീഡിയോ ഓൺ മൈ ചാനൽ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹാവ് ആണ്. ഹാവിന് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. ഇംഗ്ലീഷിൽ പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഹാവ് നമ്മൾ ഓക്സിലറി വെർബായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ പല രൂപങ്ങളും നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ അതിൻ്റെ കുറേ സെൻറ്റൻസുകളും പല രൂപങ്ങളും ഭാവങ്ങളും നമുക്കിന്ന് ചർച്ച ചെയ്യാം. അതാണ് നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ സെൻറ്റൻസുകൾ പരിചയപ്പെടാം. പിന്നെ ഞാൻ സ്ഥിരം പറയുന്ന പോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. നമ്മളിന്ന് ഹാവ് ആയിട്ട് ബന്ധപ്പെട്ട സെൻറ്റൻസുകൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഓക്കെ, അപ്പം വൈകാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹാവ് എന്ന വാക്കിൻ്റെ പ്രധാന ഉപയോഗങ്ങൾ. നമുക്കിതിൻ്റെ ഉപയോഗങ്ങൾ ഓരോന്നോരോ നോക്കാം. ഉള്ളത് അല്ലെങ്കിൽ സ്വന്തമായി എന്ന് പറയാൻ ഹാവ് ഉപയോഗിക്കും. ഐ ഹാവ് എ കാർ, എനിക്കൊരു കാറുണ്ട്. ഷീ ഹാസ് എ ബുക്ക്, അവൾക്ക് ഒരു പുസ്തകമുണ്ട് എന്നൊക്കെ പറയാൻ ഹാവ് ഉപയോഗിക്കും. ഭക്ഷണം കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും ഈ സമയം ഇതൊക്കെ പറയാൻ ഹാവ് ഉപയോഗിക്കാം. ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8, ഞാൻ 8 മണിക്ക് പ്രഭാത ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ കഴിക്കാറുണ്ട്. ലെറ്റസ് ഹാവ് ടീ, നമുക്ക് ചായ കുടിക്കാം എന്നൊക്കെ പറയാൻ ഹാവ് ഉപയോഗിക്കാം. ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അനുഭവങ്ങൾ എന്ന് പറയാൻ ഹാവ് ഉപയോഗിക്കുന്നു. ഐ ഹാവ് എ ഗ്രേറ്റ് ഡേ, എനിക്ക് നല്ല ഒരു ദിവസം ആയിരുന്നു. ഷീ ഹാഡ് എ പ്രോബ്ലം, അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ ഹാവ് ഉപയോഗിക്കാം. ഹാവിൻ്റെ മറ്റ് യൂസേജുകൾ. ഹാവ് ടു എന്നത് ചെയ്യേണ്ടതാണ് എന്നർത്ഥം നൽകുന്നു. ഐ ഹാവ് ടു സ്റ്റഡി, ഞാൻ പഠിക്കണം അല്ലെങ്കിൽ പഠിക്കേണ്ടതുണ്ട്, എനിക്ക് പഠിക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഹി ഹാസ് ടു ഗോ നൗ, അവനിപ്പോൾ പോകണമല്ലോ, പോവേണ്ടതുണ്ട്. ഇനി ഇത് പെർഫെക്റ്റ് ടെൻസുകൾ ഉപയോഗിക്കും. ഇത് ഇവിടെ ഓക്സിലറി വെർബായിട്ടാണ്, സഹായക്രിയയായിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്, ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കി. ഷീ ഹാസ് ഗോൺ ഹോം, അവൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതിവിടെ സഹായക്രിയയാണ്. കോസറ്റീവ് യൂസ്, അതായത് ചെയ്യിപ്പിക്കൽ, അതായത് നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് ചില ജോലികൾ ചെയ്യിപ്പിക്കുന്നതിനാണ് കോസറ്റീവ് ഉപയോഗിക്കാം. ഐ ഹാഡ് മൈ ഹെയർ കട്ട്, ഞാൻ മുടി വെട്ടിച്ചു. ഇവിടെ ഹാഡ് കോസറ്റീവ് വെർബായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഷീ ഹാഡ് ഹെർ ഹൗസ് ക്ലീൻഡ്, അവൾ വീട് വൃത്തിയാക്കി. രോഗം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ അവസ്ഥ പറയാൻ ഹാവ് ഉപയോഗിക്കുന്നു. ഐ ഹാവ് എ ഹെഡേക്ക്, എനിക്ക് തലവേദന ഉണ്ട്. ഇവിടെ എ എന്തായാലും ചേർത്തിരിക്കണം. ഐ ഹാവ് എ ഹെഡേക്ക്, എനിക്ക് തലവേദന ഉണ്ട്. ഹി ഹാസ് എ ഫീവർ, അവന് പനിയുണ്ട്. ഇനി ഹാവിങ് എന്താണ്, എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. ഹാവിങ് എന്നത് ഹാവ് എന്ന ക്രിയയുടെ ING രൂപമാണ്. പല സാഹചര്യങ്ങളിലും ഉപയോഗിക്കുന്നു. ഐ ആം ഹാവിങ് ലഞ്ച്, ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഷീ ഈസ് ഹാവിങ് എ മീറ്റിംഗ്, അവൾ ഒരു മീറ്റിങ്ങിലാണ്, അതായത് മീറ്റിങ്ങിൽ കടന്നു പോകുന്ന അവസ്ഥ, മീറ്റിങ്ങിലാണ്. ഒരു കാരണവും അതിൻ്റെ ഫലവും പറയുമ്പോൾ ഹാവിങ് ഉപയോഗിക്കുന്നു. നോക്കാം നമുക്ക്. ഹാവിങ് ഫിനിഷ്ഡ് മൈ വർക്ക് ഐ വെൻ ഹോം, ജോലി പൂർത്തിയാക്കിയതിനാൽ ഞാൻ വീട്ടിലേക്ക് പോയി. ഹാവിങ് ഫിനിഷ്ഡ് മൈ വർക്ക് ഐ വെൻ ഹോം, ജോലി പൂർത്തിയാക്കിയതിനാൽ ഞാൻ വീട്ടിലേക്ക് പോയി. ഹാവിങ്ങിന് ശേഷം ഇവിടെ V3 ഫോം ഉപയോഗിക്കുന്നു. ഹാവിങ് നോ മണി ഹീ സ്റ്റേയ്ഡ് ഹോം, പണമില്ലാത്തതിനാൽ അവൻ വീട്ടിൽ തന്നെ നിന്നു. ഹാവിങ് നോ മണി ഹീ സ്റ്റേയ്ഡ് ഹോം, പണമില്ലാത്തതിനാൽ അവൻ വീട്ടിൽ തന്നെ നിന്നു. ഇനി എക്സ്പീരിയൻസ് ഒക്കെ പറയാൻ ഐ ആം ഹാവിങ് എ ഗ്രേറ്റ് ടൈം, ഞാൻ നല്ല സമയം ആസ്വദിക്കുകയാണ്, അതായത് നല്ലൊരു സമയത്തൂടെ കടന്നു പോകുന്ന അവസ്ഥക്ക് ഐ ആം ഹാവിങ് എ ഗ്രേറ്റ് ടൈം. ദേ ആർ ഹാവിങ് ഫൺ, അവർ സന്തോഷമായി സമയം ചിലവഴിക്കുന്നു. അതായത് ഫൺ, ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഹാവിങ് ഉപയോഗിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഹാവിൻ്റെ പല രൂപങ്ങൾ, പല യൂസേജുകൾ നമ്മൾ ഇങ്ങനെ സ്വായത്തമാക്കണം. വീണ്ടും വീണ്ടും നമ്മൾ സെൻറ്റൻസുകൾ കളക്ട് ചെയ്ത് ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുക. ഇത് സംഭാഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്.